മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ CDS ചെയർപേഴ്സൻ്റെ ഹോണറേറിയവുമായി ബന്ധപ്പെട്ട എൻട്രികളാണ് പരിശോധിക്കുന്നത്. ചെയർപേഴ്സൻ്റെ ഹോണറേറിയവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അതിനകത്ത് ഹെഡിൻ്റെ കോഡ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ വീണ്ടും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഹെഡ് ചെയ്യണത്തിൻ്റെ ഭാഗമായി പ്ലാൻ ഫണ്ടിൽ നിന്നും ORG-02 ആണ് CDS ചെയർപേഴ്സൺ ഹോണറേറിയം എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ORG-02 ഇത് വെച്ചിട്ട് നമുക്കൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റീവ് ടാലിയിൽ നിന്ന് ക്രിയേറ്റ് എൻ്റർ ചെയ്യുക, ലെഡ്ജർ സെലക്ട് ചെയ്യുക. ORG-02 CDS ചെയർപേഴ്സൺ ഹോണറേറിയം. അണ്ടർ പ്ലാൻ ഫണ്ടാണ്. പ്ലാൻ ഫണ്ടിൻ്റെ അണ്ടറിലാണ് നമ്മൾ ആ ലിസ്റ്റ് കണ്ടത്. പ്ലാൻ ഫണ്ടിൻ്റെ അണ്ടറിൽ ഓർഗനൈസേഷനിൽ ആണ് ORG-02 വരുന്നത്. ഇവിടെ നമുക്ക് കോസ്റ്റ് സെൻറ്റർ ആക്ടിവേറ്റ് ചെയ്യുന്നത് വളരെ പ്രയോജനമായിരിക്കും. കാര്യം കാലാകാലങ്ങളിൽ ചെയർപേഴ്സന്മാർ മാറി മാറി വരുമ്പോൾ ആർക്കാണ് ഈ ഹോണറേറിയം കൊടുത്തത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കിത് പ്രയോജനം ചെയ്യും. ഇതുകൂടാതെ CDS ചെയർപേഴ്സൺ ഹോണറേറിയത്തിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്ത് തന്നെ മുന്നോട്ട് പോകും. ഇതുമായി ബന്ധപ്പെട്ട കോസ്റ്റ് കാറ്റഗറിയും കോസ്റ്റ് സെൻറ്ററും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റിൽ നിന്നും കോസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യുക, CDS ചെയർപേഴ്സൺ ഹോണറേറിയം എന്ന പേര് കൊടുക്കുക. സേവ് ചെയ്യുക. കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യണം. CDS ചെയർപേഴ്സൺ ഹോണറേറിയത്തിൽ നമുക്ക് പഴയ ചെയർപേഴ്സണും പുതിയ ചെയർപേഴ്സണും മാറി വരുമ്പോൾ രണ്ടുപേരും ചെയ്യുക. നിലവിലുള്ള ചെയർപേഴ്സൻ്റെ പേര് മാത്രമാണെങ്കിൽ ഒരാളുടെ മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ എൻട്രികൾ എങ്ങനെയാണെന്ന് നോക്കാം. വൗച്ചർ എൻട്രി എടുക്കുക. പേയ്മെൻ്റ് ആണ്. അഡ്വാൻസ് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് എപ്പോഴും ആദ്യം പേയ്മെൻ്റ് ആയിരിക്കും. സാധാരണഗതിയിൽ ചെയർപേഴ്സന്മാരുടെ ഹോണറേറിയം ഡയറക്റ്റ് ജില്ലാ മിഷനിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇവിടെ ജില്ലാ മിഷനിൽ നിന്നും ഫണ്ട് ലഭ്യമല്ലാത്ത സമയങ്ങളിൽ ആണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് CDSൻ്റെ തനത് ഫണ്ടിൽ നിന്നും ചെയർപേഴ്സന്മാരുടെ ഹോണറേറിയം കൊടുക്കാൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം പേയ്മെൻ്റ് ആയിരിക്കും വരുന്നത്. കൊടുക്കുന്നത് ഓൺ ഫണ്ടിൽ നിന്നും. കൊടുക്കുന്ന ഇനമെന്ന് പറയുന്നത് ചെയർപേഴ്സൺ ഹോണറേറിയമാണ്. ₹8,000. കോസ്റ്റ് സെൻറ്ററിൽ ചെയർപേഴ്സൺ ഹോണറേറിയം കൊടുക്കുന്ന ചെയർപേഴ്സൻ്റെ പേര് കൂടി അടിക്കുക. ചെക്ക് നമ്പർ കൊടുക്കുക. അടുത്ത മാസം ആയപ്പോഴേക്കും വീണ്ടും ഹോണറേറിയം കൊടുക്കുകയാണ്. ഓൺ ഫണ്ടിൽ നിന്നും CDS ചെയർപേഴ്സൺ ഹോണറേറിയം ₹8,000 കൂടി കൊടുക്കുന്നു. നമുക്ക് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരുമെന്നുള്ളത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുക്കുക. ഡീറ്റെയിൽ എടുക്കുമ്പോൾ ഫണ്ട് ഫ്രം ഡിസ്ട്രിക്ട് മിഷനകത്തു നിന്ന് പ്ലാൻ ഫണ്ടിൽ ചെയർപേഴ്സൺ ഹോണറേറിയം ₹16,000 ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. നമുക്ക് കിട്ടാനുള്ള ഫണ്ടാണ്. ഓക്കെ, തിരിച്ചു വരുമ്പോൾ ജില്ലാ മിഷനിൽ നിന്ന് ഫണ്ട് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വൗച്ചർ എൻട്രി, റെസിപ്റ്റ് എടുക്കുക. റെസിപ്റ്റ് നമ്പർ വരുന്നത് ഓൺ ഫണ്ടിലേക്ക് വരുന്നത് CDS ചെയർപേഴ്സൺ ഹോണറേറിയം എന്നുള്ള ഇനത്തിലാണ് വരുന്നത്. ₹8,000 ഒരു മാസത്തെ മാത്രമേ വന്നുള്ളൂ എന്നുള്ളത് ഇരിക്കുക. അപ്പോൾ അത് ₹8,000 നമ്മൾ വരവ് വെക്കുന്നു.
കോസ്റ്റ് കാറ്റഗറി ഫണ്ട് വരുന്ന സമയത്ത് അതിൻ്റെ കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് മിഷൻ ഫണ്ട് റെസിപ്റ്റ് ആണ്. കോസ്റ്റ് കാറ്റഗറി ആണ് CDS ചെയർപേഴ്സൺ ഹോണറേറിയമാണ്. ക്രിയേറ്റ് ചെയ്തിട്ടില്ല, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഡിസ്ട്രിക്ട് മിഷൻ ഫണ്ട് റെസിപ്റ്റിൽ CDS ചെയർപേഴ്സൺ ഹോണറേറിയം. ചെക്ക് നമ്പർ വന്നിട്ടുള്ള ചെക്കിന് നമ്പർ കൊടുത്ത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്തത് 2 മാസത്തെ പൈസ അങ്ങോട്ട് കൊടുത്തു, 1 മാസത്തെ പൈസ തിരിച്ചു വന്നു എന്നുള്ളതാണ്. ഇത് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. ഫണ്ട് ഡിസ്ട്രിക്ട് മിഷൻ ഇത് എൻട്രി ചെയ്യുന്ന സമയത്ത് പ്ലാൻ ഫണ്ട് എൻട്രി ചെയ്യുമ്പോൾ ചെയർപേഴ്സൺ ഹോണററി 8000 രൂപ ബാലൻസ് ഡെബിറ്റ് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബറിലും ഒക്ടോബറിലും അഡ്വാൻസ് കൊടുത്തിരുന്നു, 1 മാസത്തെ പൈസ ഒക്ടോബറിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത മാസത്തെ 8000 രൂപയുടെ തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്കിത് ഇല്ലാതാവും. ബാലൻസ് ഇല്ലെങ്കിൽ അത് ലെഡ്ജർ ഇതിനകത്ത് കാണിക്കത്തില്ല എന്നുള്ളതാണ്. ഇനി കോസ്റ്റ് സെൻറ്ററിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഡിസ്പ്ലേ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് കോസ്റ്റ് സെൻറ്റർ. ഇതിൽ ലെഡ്ജർ ബ്രേക്കപ്പ് എടുക്കുമ്പോൾ CDS ചെയർപേഴ്സൺ ഹോണറേറിയം ഇതിലേക്ക് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ചെയർപേഴ്സൺ 16,000 രൂപ കൊടുത്തിട്ടുണ്ട്. ജില്ലാ മിഷനിൽ നിന്ന് 8000 രൂപ മാത്രമാണ് അനുവദിച്ച് വന്നിട്ടുള്ളത്. ബാക്കി നമുക്കിനി കിട്ടാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് വളരെ റെയറായിട്ട് വരുന്ന കേസാണ്. മിക്കവാറും ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ, മാർച്ച് ഏപ്രിലെ ശമ്പളങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും വരാറില്ല. ഏപ്രിൽ മെയ് മാസങ്ങളിൽ മാത്രമേ ഇങ്ങനെ ഫണ്ട് പ്രശ്നം വരാറുള്ളൂ. അത് കൃത്യമായി റെക്കോർഡ് ചെയ്തിട്ട് ഫണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കി അത് ക്ലോസ് ചെയ്ത് വിടുകയും വേണം. ഓക്കെ.